ഹലോ. ആ പൃഥ്വി പറയൂ. എന്തായി? ഫോണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? നോ, നമ്മുടെ ടെക് ടീം ശ്രമിക്കുന്നുണ്ട്. ആ ഫോൺ ആരുടെ കയ്യിൽ കിട്ടിയാ പിന്നെ ഞാൻ തീർന്നു. ആ ചിന്ത നിനക്ക് നേരത്തെ ഉണ്ടാവണമായിരുന്നു. ദേ, കുറച്ചു നാളായിട്ട് നിന്റെ ഡീലിങ്സ് എല്ലാം ഫ്ലോപ്പാ. മേനോൻ സാർ നോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തേക്ക് കൂടി എന്നോട് ഒന്ന് ക്ഷമിക്കാൻ സാറിനോട് പറയണം. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മൂവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ, അത് നിന്റെ ഫെയില്യൂറാ. പ്ലീസ്, ഫോണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം. അവര് ശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ദേ, എങ്ങനെ ഒരു ഫോൺ ഓൺ ആക്കിയ നീ തീർന്നു. നിനക്കറിയാലോ മേനോൻ സാറിനെ. അറിയാം. ഉപയോഗമില്ലാത്ത ഒന്നിനെയും മേനോൻ സാറിന് ആവശ്യമില്ല. അതെങ്ങനെ നശിപ്പിക്കുമെന്നും പറയാൻ പറ്റില്ല. സ്കൂളിൽ വെച്ച് പൂർണിമയുടെ പ്രണയരംഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ലേ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയല്ല, ചേച്ചി എന്നെ അന്നാണ് ആദ്യമായി നേരിൽ കണ്ടത്. അതൊക്കെ നീ ഇപ്പൊ പറയുന്നതല്ലേ. ഞങ്ങൾ അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്ന് വല്ല തോന്നലും നിനക്കുണ്ടെങ്കിൽ അത് നീ കൈ വെച്ചാ മതി. അവൻ തല കുനിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? അത് തന്നെ വലിയ കള്ളത്തരോ. അതെ, ദുർഗ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കിരൺ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതിനൊരു ഉത്തരം വേണമല്ലോ. അത് പറ. അതെ, അതിന് മറുപടി പറ. നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടിയാ പോരെ? കിരൺ അതിന് മറുപടി പറയും. പറ മോനെ, ഇതെല്ലാം നീ മുറിയിൽ വെച്ചിരുന്നത് എന്തിനാ? ഇവൻ പറയില്ല. ഇവന്റെ കയ്യിൽ അതിന് ഒരു മറുപടിയില്ല. നീ പറയേണ്ട കിരണേ, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി വെറുതെ ആരും ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട. ഇവര് തമ്മിൽ അടുപ്പമാണ്. ചീത്തപ്പേരുണ്ടാക്കുന്നതിന് മുമ്പ് ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഞാൻ പറയാം. ദുർഗ പറഞ്ഞത് സത്യമാ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഇതൊക്കെയോ? ഇതെല്ലാം ദുർഗ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. ആണോ ദുർഗേ? അതെ, ഞാൻ കൊടുത്തത്. എന്തിന്? ഇതെല്ലാം നിനക്ക് നിന്റെ മുറി വെച്ചാ പോരെ? അവിടെ എന്താ സ്ഥലമില്ലേ? ഉണ്ട്, പക്ഷെ ഇതൊക്കെ എനിക്ക് മാറ്റിവെക്കാൻ തോന്നി. അതെന്തിനാ ചോദിച്ചത്? അത് സ്കൂളിലൊരു ആവശ്യത്തിന് വേണ്ടി, ഒരു പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെച്ചതാ. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. വെറുതെ സമയം കളയാനായിട്ട്. സ്പെഷ്യൽ പോലീസ് ടീമല്ലേ സംസാരിക്കുന്നത്? നിങ്ങൾ ആരാ? ഞാൻ ജേർണലിസ്റ്റ് അരുന്ധതി മിശ്ര. എങ്ങനെ നിങ്ങൾക്ക് ഈ ഫോണിലേക്ക് ആക്സസ് കിട്ടിയത്? നിങ്ങളെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ള അഹങ്കാരത്തിലല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത്? അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. ജനങ്ങളെ സേവിക്കുന്നവരാവണം പോലീസ്, അല്ലാതെ ദ്രോഹിക്കുന്നവരാവരുത്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഞങ്ങൾ ആരെയും ദ്രോഹിക്കുന്നവരല്ല. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ. നിങ്ങൾ കാരണം പ്രശ്നത്തിലായ ആളുകളെ നേരിട്ടറിയാവുന്നതുകൊണ്ടാ ഞാൻ വിളിക്കാൻ തീരുമാനിച്ചതും വിളിച്ചതും. അങ്ങനെയായാൽ നിങ്ങൾക്ക് നല്ല ക്രിമിനൽ ബന്ധം ഉണ്ടാവും. വ്യക്തിവൈരാഗ്യം തീർക്കാനും ചില കുടുംബങ്ങളെ ദ്രോഹിക്കാനും നിങ്ങൾ മനഃപൂർവ്വം പലതും കെട്ടിച്ചമയ്ക്കുന്നുണ്ട്. ആ വഴിക്ക് മുന്നോട്ട് പോവാന്ന് ഇനി നിങ്ങൾ കരുതണ്ട. നിന്റെയൊക്കെ മുഖംമൂടി വലിച്ചു കയറി ജനമധ്യത്തിൽ വിചാരണ നടത്തുന്ന ഒരു ദിവസം വരും. ക്രിമിനൽസിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആദ്യം വിചാരണ ചെയ്യുന്നത് നിങ്ങളെയായിരിക്കും. നമുക്ക് കാണാം. കാണാം. ആരാ ദുർഗ? അറിയില്ല, ഏതോ ജേർണലിസ്റ്റ് അരുന്ധതി എന്നാ പറഞ്ഞത്. അതാരാ? ഫേക്ക് ഐഡന്റിറ്റിയാണിത്. അവർക്ക് എങ്ങനെ ഈ സാറ്റലൈറ്റ് ഫോണിലേക്ക് വിളിക്കാൻ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് കണ്ടുപിടിക്കണം.
അതെ, നിശ്ചയത്തിന് വിളിക്കാൻ പറ്റാത്ത എല്ലാ ബന്ധുക്കളെയും നമുക്ക് കല്യാണത്തിന് വിളിക്കണം. നമുക്ക് വന്ന ഭാഗ്യം എല്ലാവരും അറിയട്ടെ. അതെ, ഇപ്പൊ നമ്മളെ വിലയില്ലാത്ത എല്ലാ ബന്ധുക്കളുടെ മുന്നില് ആളാവാൻ കിട്ടിയ അവസരമല്ലേ, അത് നമുക്ക് മുതലെടുക്കണം. ആ അതൊക്കെ കൊള്ളാം. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും പൃഥ്വിക്കും വീട്ടുകാർക്കും സമ്മതാണോ എന്ന് നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ആഹാ, പെണ്ണ് പറഞ്ഞത് കേട്ടില്ല നാത്തൂനെ. ഇവളിപ്പൊ തന്നെ അവരുടെ ആളായി കഴിഞ്ഞല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്, അവരെ പിണക്കാതിരിക്കല്ലേ നല്ലത്. അതെ അതെ. ദേ അഷി, കല്യാണം കഴിഞ്ഞാ പിന്നെ ഇന്ദ്രപ്രസ്ഥം വീട് നിന്റെ കൈപ്പിടിയിലാവണം. പിന്നെ നീ വേണം അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീ മാറ്റിയെടുക്കണം. അത് പിന്നെ എന്നോട് കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ അപ്പച്ചി? നിങ്ങളുടെ രണ്ടുപേരുടെയും ബുദ്ധി തന്നെയല്ലേ എനിക്കും. അതാണ്, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ബാക്കി കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. ഈ കല്യാണം അടുത്ത് വരുന്ന സമയത്ത് ആ ദുർഗയും കിരണവും ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ? അവർ രണ്ടുപേരുടെയും പെരുമാറ്റം അത്രയ്ക്ക് ശരിയൊന്നുമല്ല. എന്തൊക്കെയോ പന്തികേടുണ്ട്, അതുറപ്പാ. അത് ഞാൻ എന്നേ പറഞ്ഞതാ. എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊന്നും അമ്മയും ചേട്ടനൊന്നും വിശ്വസിക്കില്ലല്ലോ. അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ പറയുന്നവര് കുറ്റക്കാരാവും. അതല്ലേ അവസ്ഥ. അതെ, അത് അപ്പച്ചി പറഞ്ഞ ശരിയാ. പണ്ടൊരിക്കൽ ആ കിരൺ അവൾക്ക് കൊടുത്ത സാരിയുടെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതിനല്ലേ മുത്തശ്ശി എന്നെ തല്ലിയത്. നീ വിഷമിക്കണ്ട, ദുർഗയ്ക്കുള്ള പണി നമുക്ക് കൊടുക്കാം. തൽക്കാലം അവളുടെ കാര്യങ്ങളെക്കാൾ നമുക്ക് പ്രാധാന്യം നിന്റെ കല്യാണ കാര്യങ്ങൾക്കാവണം. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധ ഉണ്ടാവണം.